എന്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, പക്ഷിമാംസത്തെ പറ്റി ഒരു ഹദീസ് കൂടി പറയാം. അബ്ദുല്ലാഹിബ്ന് നോക്കൂ, ഇത് പറഞ്ഞപ്പോ ഒട്ടകത്തിന്റെ വലിപ്പമുള്ള പക്ഷിയാണെന്ന് പറഞ്ഞപ്പോ തൊട്ടടുത്ത് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഇരിപ്പുണ്ടായിരുന്നു റളിയല്ലാഹു അൻ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയുകയാ, വഇന്നഹാ ലതൈറുൻ നാഇമാ, അല്ലാഹുവിന്റെ റസൂലേ, എന്തനുഗ്രഹീതമായ പക്ഷിയാണത്, എന്തനുഗ്രഹീതമായ പക്ഷിയാണ് ഒട്ടകത്തിന്റെ വലിപ്പമുള്ള പക്ഷി. അപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, പക്ഷി മാത്രമല്ല അനുഗ്രഹം, ആകിലുഹാ അൻഅമു, ആകിലുഹാ അൻഅമു. 3 വട്ടം അവിടെന്ന് പറഞ്ഞു. അത് തിന്നുന്നവരും അനുഗ്രഹീതരാണ്, അത് ഭക്ഷിക്കുന്നവരും അനുഗ്രഹീതരാണ്. വഇന്നീ ലഅർജു അൻ തഅകുല തകൂന മിമ്മൻ യഅകുലുഹാ, ഞാൻ ആശിക്കുന്നു, ആഗ്രഹിക്കുന്നു അബൂബക്കറേ, താങ്കളും അത് തിന്നണം, അത് ഭക്ഷിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ. കണ്ടോ, അബ്ദുല്ലാഹിബ്നു മസ്ഊദ് തങ്ങൾ പറയുകയാണ്, ഒരിക്കൽ മുത്തുനബി എന്നോട് പറഞ്ഞു, ഇന്നക ലതൻളുറു ഇലത്തൈരി ഫിൽ ജന്ന. ഹദീസാണ്. ഈ ആയത്തിന്റെ താഴെ ഹാഫിദ് ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് ഉദ്ധരിച്ച ഹദീസാണ്. മുത്തുനബി ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഇന്നക ലതൻളുറു ഇലത്തൈരി ഫിൽ ജന്ന, ഇബ്നു മസ്ഊദേ, നിങ്ങൾ സ്വർഗ്ഗത്തിൽ ഒരു പക്ഷിയെ കാണും. ഫതസ്തഹി, നിങ്ങളുടെ മനസ്സാഗ്രഹിക്കും അതിനെ തിന്നാൻ, കൊതിച്ചാൽ മതി, ആശിച്ചാൽ മതി. യഖിറു ബൈന യദൈക മശ്വിയാ, ആ പക്ഷിയുടെ മാംസം പൊരിച്ച് റോസ്റ്റ് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ വന്നു വീഴും. ഇതാണ് സ്വർഗം. ഞാൻ ഉംറയ്ക്ക് പോയപ്പോ ആദ്യം ഹജ്ജിന് പോയപ്പോ 98 മിസ്ഫലയിലാ റൂം കിട്ടിയ. ആദ്യം പോവല്ലേ, എല്ലാം ഇങ്ങനെ റൂമിൽ നിന്ന് പള്ളിയിലേക്ക് 5 തരം വന്നു പോവുകയാണല്ലോ. സുഹൃത്തുക്കളെ, നിലത്ത് നോക്കൂല ആരും, എല്ലാം കടകളിലേക്കാ നോക്കുന്നത്. ഓ, സ്വർണ്ണമാല, സ്വർണത്തിന്റെ വള, പിന്നെ ഇപ്പുറത്തുണ്ട് നല്ല ജ്യൂസ് കട, ഇപ്പുറത്തുണ്ട് നല്ല ചിക്കൻ ഇങ്ങനെ തിരിയുന്നു. എങ്ങനെ തിരിയുന്ന? നരകത്തിലെ കോഴിന്ന. എന്റെ കൂടെ ഇക്ബാൽ ഹജ്ജിന് വന്നായിരുന്നു, തമിഴ്നാട്ടുകാരനാണ്. ഹസ്രത്ത് പാക്കിംഗ് നരകത്തിലെ കോഴി എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? കോഴി ഇരുന്നിങ്ങനെ തിരിയുക നരകത്തിൽ. മനസ്സിലായില്ലേ? തവാഫി എന്ന കോഴിന്ന് വേറൊരാള്. ഏതായാലും ഹബീബെ അതൊക്കെ കണ്ടു. അല്ലാഹു തആല പടച്ചവൻ, അതൊക്കെ ഒരു ആനന്ദമല്ല. ഹജ്ജിന് പോയില്ലേ? പ്രസിഡന്റ് പോയോ? ഉംറ ചെയ്തു, അൽഹംദുലില്ലാഹ്, പുണ്യനാട് കണ്ടു. എന്നാ വേഗം ഒരു ഉംറക്കെങ്കിലും പോയി ഇൻഷാ അല്ലാഹ്. ഹജ്ജിന് പിന്നെ നിയത്തി. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നോക്കൂ, അവിടെ ഷവായ, മശ്വി എന്നൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട്. എന്താ നമ്മുടെ പോലെ ഈ മസാലയൊക്കെ ചേർത്ത് പൊരിക്കുകയല്ല അറബികൾ. അവർ ഉപ്പ് മാത്രം ചുട്ടെടുക്കും. ഭയങ്കര ടേസ്റ്റാ അതിന്. മനസ്സിലായില്ലേ? ഭയങ്കര ടേസ്റ്റാണ്. നമ്മളോർക്ക് ഇതങ്ങനെ, ഞങ്ങള് ഒരെണ്ണം മേടിച്ചൊരു ചിക്കൻ, അപ്പൊ ഒരാൾ പറഞ്ഞു ഒരെണ്ണം ഒന്നും തിന്നൂല, 2 കുബൂസ് ഫ്രീയാ. സുഹൃത്തുക്കളെ, അതിന്റെ ടേസ്റ്റ് 2-3 ദിവസം കൊണ്ട് ഏതായാലും പിടിച്ചു. എനിക്കിഷ്ടപ്പെട്ടു. മനസ്സിലായില്ലേ? നോക്കൂ, സ്വർഗത്തിൽ ആഗ്രഹിച്ചാൽ മതി, മുമ്പിൽ വന്ന് റോസ്റ്റ് ചെയ്ത് മശ്വിയ നിന്റെ മുമ്പിൽ വന്ന് വീഴുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല ആ സ്വർഗത്തിൽ കടക്കാൻ പടച്ചവൻ തൗഫീഖ് നൽകട്ടെ. സ്വർഗത്തിലെ ആഹാരങ്ങൾ, കായികനികൾ, പാനീയങ്ങളൊക്കെ കുടിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നോക്കൂ, ഇനി സ്വർഗത്തെ കുറിച്ച് അതിന്റെ മാഹൗല് പറയുന്ന 2-3 ഹദീസുകൾ കേൾപ്പിക്കാം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, യദ്ഖുലു അഹ്ലുൽ ജന്നതി അൽ ജന്ന ജുർദൻ മുർദൻ മുകഹലീൻ അബ്നാഉ സലാസിൻ വസലാസീൻ. സ്വർഗത്തിൽ കടക്കും സ്വർഗനിവാസികൾ ജുർദ, അവരുടെ കാലിലോ നെഞ്ചത്തോ രോമം കാണുകയില്ല. മുർദ, അമ്രതായിട്ടാണ്, മീശയില്ല, താടിയില്ല. മുർദ മുകഹലീൻ, 2 കണ്ണുകളിലും സുർമയിടപ്പെട്ട രൂപത്തിലാ സ്വർഗത്തിൽ കടക്കുന്നത്. അവരുടെ പ്രായം അബ്നാഉ സലാസിൻ വസലാസീൻ. അവരുടെ പ്രായം എത്രയാ? എന്റെ പ്രായമാ 33. എന്താ ചിരിക്കുന്നേ? 33 വയസ്സ്. മനസ്സിലായില്ലേ? 33 വയസ്സാണ് സ്വർഗനിവാസികളുടെ പ്രായം. ഉറങ്ങുന്നു.
സ്വർഗത്തിൽ കടക്കുമ്പോ പ്രായം എത്രയാ? 33, 33 വയസ്സ്. ഈ ഹദീസ് മനസ്സിലാക്കണേ. നോക്കൂ, മാറ് മുഴുവനും മുടിയില്ലേ സ്വർഗത്തിൽ കയറുമ്പോ? മാറിൽ മുടിയില്ല, കാലിൽ മുടികളില്ല, അമ്രതായിട്ടാണ് മീശയും താടിയുമില്ല. 33 വയസ്സ്, നല്ല ചൊങ്കൻ, നദാ കണ്ണിൽ സുറുമയിട്ടിരിക്കുന്നു. ഈ ഹദീസ് ഒന്നുകൂടി പ്രവാചകൻ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വർഗനിവാസികൾ സ്വർഗത്തിൽ കടക്കും. അലാ തൂലി ആദമ സിത്തൂന ദിറാഅ, ആദം നബിയുടെ നീളമാണ് സ്വർഗത്തിൽ കടക്കുമ്പോൾ 60 മുഴം. 60 മുഴം നീളമുള്ള വലിയ മനുഷ്യരായിട്ടാണ് സ്വർഗത്തിലേക്ക് പോകുന്നത്. വഅലാ ഹുസ്നി യൂസുഫ, യൂസുഫ് നബിയുടെ ബ്യൂട്ടി, നല്ല ഗ്ലാമർ, യൂസുഫ് നബിയുടെ സൗന്ദര്യം, ആദം നബിയുടെ പൊക്കം 60 മുഴം. വഅലാ മീലാദി ഈസ ഇബ്നു മറിയമ, ഈസാ നബി അലൈഹിസ്സലാമിന്റെ പ്രായം ആകാശത്തേക്ക് ഉയർത്തുമ്പോൾ 33 വയസ്സായിരുന്നു. ആ പ്രായമാണ് സ്വർഗത്തിൽ. പിന്നീട് അവിടെന്ന് പറഞ്ഞു, വഅലാ ലിസാനി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയുടെ ലാംഗ്വേജ് ആണ്, അറബിയാണ് സ്വർഗനിവാസികൾ സ്വർഗത്തിൽ സംസാരിക്കുക. അല്ലാഹു പടച്ചവൻ അനുഗ്രഹിക്കട്ടെ. മുഹമ്മദ് നബിയുടെ ഭാഷ, യൂസുഫ് നബിയുടെ ഗ്ലാമർ, ഈസാ നബിയുടെ പ്രായം, ആദം നബിയുടെ ഹൈറ്റ്. എങ്ങനെയുണ്ട്? അല്ലാഹുവേ നീ അനുഗ്രഹിക്കണേ അല്ലാ, നീ അനുഗ്രഹിക്കണേ അല്ലാ. ഹദീസിൽ വരുന്നുണ്ട്, ഇന്ന അഹ്ലൽ ജന്നതി യഅകുലൂന വയശ്റബൂന, സ്വർഗ്ഗനിവാസികൾ സ്വർഗ്ഗത്തിൽ തിന്നുകൊണ്ടിരിക്കും, കുടിച്ചുകൊണ്ടിരിക്കും. തീറ്റയും കുടിയും സുഖലോലുപതയുമാണ് സ്വർഗ്ഗത്തിൽ. അപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വലാ യത്ഫുലൂൻ വലാ യംതഖിതൂൻ വലാ യബൂലൂൻ വലാ യതഗവ്വതൂൻ. അവർക്ക് സ്വർഗ്ഗത്തിൽ തുപ്പലില്ല, അവർക്ക് സ്വർഗ്ഗത്തിൽ മൂക്കട്ടയില്ല, അവർക്ക് സ്വർഗ്ഗത്തിൽ മലവും മൂത്രവുമില്ല. അപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഈ ഭക്ഷണവും പാനീയവും എങ്ങോട്ട് പോകുന്നു? അവിടെന്ന് പറഞ്ഞു, ജുഷാഉൻ, അതൊരു ഏമ്പക്കമാണ്, വറശുഹുൻ, അതൊരു വിയർപ്പായി, ഒരു ഏമ്പക്കമായി. തിന്നാഹാരങ്ങളും കുടിച്ച പാനീയവും ദഹിച്ചു പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് സ്വർഗത്തിൽ എന്തില്ല? കക്കൂസ് എന്ന് പറയുന്ന സാധനം ഇല്ല. കക്കൂസ് വേണോ? ഇനി എന്തിനാ കക്കൂസ്? ഉള്ളത് വിയർപ്പായിട്ടും നല്ല കസ്തൂരിയായിട്ടും ഒരു ഏമ്പക്കം അങ്ങോട്ട് വിടും. സുബ്ഹാനല്ലാഹ്. ഏതായാലും അതുപോലെ ഈ ദുനിയാവിലാവോ? അപ്പം സ്വർഗം സുഹൃത്തുക്കളെ മനോഹരമാണ്, മനോജ്ഞമാണ് സ്വർഗം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് മേടിച്ചെടുക്കേണ്ടത് ഒരു 60 കൊല്ലം 70 കൊല്ലം കൊണ്ടാ. ഈ ഉമ്മത്തികൾക്കാണല്ലോ ആയുസ് കുറവ്. 75 വയസ്സിനുള്ളിൽ സുഹൃത്തുക്കളെ 25 കൊല്ലം ഡിഗ്രി വരെ പഠിക്കണം. ഇനി എത്ര ബാക്കിയുണ്ട്? ഒരു 75 ജീവിച്ചാൽ ഇനി എത്ര ബാക്കിയുണ്ട്? 50. ഇനിയുള്ള 50 ഈ പെണ്ണുകെട്ട്. നോക്കൂ, ഒരു 25 കഴിയുമ്പോ മകൻ 25 ആയി. മനസ്സിലായില്ല? ഇനി എത്ര ബാക്കിയുണ്ട്? ഇനി എത്ര ഉണ്ട്? ഈ 25 കൊണ്ട് വേണം പേരക്കുട്ടികളെ കെട്ടിക്കാനും വീട് പണിയാനും ഖബറിലേക്ക് കാല് നീട്ടാൻ പോവുക, എന്തെങ്കിലുമൊക്കെ അമലുകൾ ചെയ്ത് തൗബ ചെയ്ത് അങ്ങോട്ടേക്ക് പോകാൻ ഒരുങ്ങാനും. അല്ലേ? എത്ര ഷോർട്ട് പീരീഡാണ് നമുക്കിവിടെ, അല്ലേ? പക്ഷേ അല്ലാഹു തആല നമ്മുടെ ഓരോ സുബ്ഹാനല്ലാഹ്, നമ്മുടെ ഓരോ റക്അത്തിന്, നമ്മുടെ ഓരോ ഖത്മുൽ ഖുർആൻ ഇങ്ങനെ ഖത്ം തീർക്കുന്നവരെ കണ്ടിട്ടില്ലേ? എത്ര ഭാഗ്യവാന്മാരാണവർ, അല്ലേ? ഡെയിലി ഒരു ജുസു ഓതുന്നവരില്ലേ? എല്ലാ മാസവും ഒരു ഖത്ം ഖുർആൻ ആദ്യാവസാനം ഓതി തീർക്കുന്നവരില്ലേ? അല്ലാഹു നമ്മളെ ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തട്ടെ. ഒരുപാട് അമലുകൾ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ആരെങ്കിലും ഈ തസ്ബീഹ് എന്ന് പറഞ്ഞാൽ, മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം, ഒന്ന് പറയിൻ, സുബ്ഹാനല്ലാഹിൽ അലീം.
നിങ്ങൾക്ക് ഇപ്പൊ എന്ത് കിട്ടിയെന്നറിയോ? സ്വർഗത്തിൽ നിനക്ക് വേണ്ടി ഒരു ഈന്തപ്പന തൈ അല്ലാഹു നട്ടിരിക്കുന്നു. ഒന്ന് പറഞ്ഞാ മതി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. നോക്കൂ, മുത്തുനബി ഇസ്രാഇന്റെയും മിഅ്റാജിന്റെയും യാത്രയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലഖീതു ഇബ്രാഹിം, ഞാൻ എൻ്റെ പിതാവ് ഇബ്രാഹിം, അല്ലാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബിയെ അലൈഹിസ്സലാമിനെ കണ്ടപ്പോ ആ മഹാനായ പ്രവാചകൻ എന്നോട് പറഞ്ഞു, യാ മുഹമ്മദ് അഖ്രി ഉമ്മതക മിന്നി അസ്സലാം. മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങയുടെ ഉമ്മത്തികൾക്ക് എൻ്റെ ഒരു സലാം പറഞ്ഞു കൊടുക്കണം. വഅഖ്ബിറുഹും, അവിടന്ന് ചെന്നിട്ട് ഉമ്മത്തികളോട് പറയണം, വഅഖ്ബിറുഹും അന്നൽ ജന്നത ത്വയ്യിബത്തു തുർബാ, സ്വർഗ്ഗത്തിലെ മണ്ണ് പരിശുദ്ധമാണെന്ന് പറയണം. വഅദബത്തുൽ മാ, സ്വർഗ്ഗത്തിലെ ജലാശയം കണ്ണാടിക്ക് തുല്യമാണെന്ന് പറയണം. വഅന്നഹാ ഖിയാൻ, അത് പരന്ന് 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 കിടക്കുകയാണ്, വിശാലമാണെന്ന് പറയണം. വഅന്ന ഖിറാസഹാ, അവിടെ നട്ടുപിടിപ്പിക്കുന്ന ചെടി സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഈ ദിക്ർ പറയലാണ് അവിടത്തെ ഫ്രൂട്ട്സ്, അവിടത്തെ ഈത്തപ്പന മരം എന്ന് മുഹമ്മദ് മുസ്തഫ. 10 ദിക്ർ ചൊല്ലാൻ സമയം കിട്ടിയ ചൊല്ല് മുഅ്മിനീങ്ങളെ, ഉമ്മ പെങ്ങന്മാരെ. സീരിയല് കാണണ്ട, സീരിയല് കാണണ്ട. ഒരു സീരിയലിന്റെ പേര് പറഞ്ഞു, കാണാറില്ലേ സീരിയല്? അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. ടി വി വീട്ടിലുണ്ടല്ലോ അല്ലെ? ഞാൻ ഷമ്മാസ് ഉസ്താദിന്റെ വീട്ടിൽ ടി വി ഇല്ല. മേടിക്കാൻ പറയും മക്കള്, ഇടയ്ക്ക് കുറച്ചാൾ മേടിച്ചു, പിന്നെ അത് ഓഫ് ചെയ്തു. ഇതറിയോ? അതും തുറന്നു അതിന്റെ മുമ്പിൽ ഇരിക്കും. ഇതിങ്ങനെ ചാടുകല്ലേ, ഓരോന്ന് വരികയല്ലേ, എഴുന്നേറ്റ് വരൂല. അവസാനം പെണ്ണുങ്ങൾ അടുക്കളയിൽ നിന്ന് വന്നിട്ട് അവിടെ ഇരുന്ന ബീൻസ് അരിയുന്നത്, അവിടെ ഇരുന്ന ക്യാരറ്റ് അരിയുന്നത്. മനസ്സിലായില്ലേ? പാല് കാച്ചാൻ വെക്കും, അല്ല 2 പ്രാവശ്യം അത് കാച്ചി അത് തികഞ്ഞ് ഗ്യാസടുപ്പിലൂടെ പോവുകയും ചെയ്യും. മനസ്സിലായില്ലേ? ഒന്ന് കൈവക്കാൻ പറഞ്ഞ പെണ്ണുങ്ങളൊക്കെ കൈവക്കും, ഇല്ലേ? ഹബീബേ, ടി വി വീട്ടിൽ വേണം. അതൊരു മീഡിയ അല്ലേ? ശാസ്ത്രത്തിന്റെ ഒരു പുരോഗതി, വാർത്തകൾ കാണാൻ, ലോകത്ത് എന്തു സംഭവിച്ചാലും അത് തുറന്നാൽ കാണാമല്ലോ. നല്ല കാര്യത്തിന് ഉപയോഗിക്കുക. ഇപ്പൊ വാട്സാപ്പ്, ഫേസ്ബുക്ക് നല്ല കാര്യത്തിന് ഉപയോഗിക്കുക, ചീത്ത കാര്യത്തിന് ഉപയോഗിക്കാമല്ലോ. അള്ളാഹു തആല നല്ല കാര്യങ്ങൾക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ, നമ്മുടെ മീഡിയകളെ ഉപയോഗിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതൊക്കെ നമ്മൾ നിയന്ത്രിച്ചാൽ നമുക്ക് ഇബാദത്ത് ചെയ്യാൻ സമയം കിട്ടും. 10 സ്വലാത്തുകൾ ചൊല്ല്, 10 സ്വലാത്തുകൾ ചൊല്ല്. ഞാൻ ജുമായ്ക്ക് പറഞ്ഞല്ലോ, നബിയെ, അവിടത്തെ പിതൃവ്യൻ വന്നിട്ട് പറഞ്ഞല്ലോ, ഞാൻ അങ്ങയുടെ മദ്ഹ് പറയട്ടെ. അപ്പോ അള്ളാഹുവിന്റെ റസൂൽ എന്ത് പറഞ്ഞു? കുൽ മദ്ഹ് പറഞ്ഞോ. ലാ യഫ്ളുല്ലാഹു ഫാക്ക, നിങ്ങളുടെ വായിക്കൊരു കുഴപ്പവും വരൂല അല്ലേ? മദ്ഹ് പറയണം. അള്ളാഹുവിന്റെ റസൂലിന്റെ മദ്ഹാണ് സ്വലാത്ത്. സ്വലാത്ത് ഉരുവിടണം ഉമ്മ പെങ്ങന്മാരെ. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യ്, സൂറത്തുൽ അഹ്സാബ് 56-ാമത്തെ ആയത്ത്. അല്ലാഹുവും അവന്റെ മലക്കുകളും മുത്തുനബിക്ക് സ്വലാത്ത് ചൊല്ലുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ മുഅ്മിനീങ്ങളെ, സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, നിങ്ങൾ ആ പ്രവാചകന്റെ പേരിൽ സലാം പറയണം, സ്വലാത്തും വർഷിക്കണേ. അല്ലാഹു തആല ഡെയിലി 100 സ്വലാത്ത് ഹബീബായ മുത്തിന് വേണ്ടി ചൊല്ലാൻ പടച്ചോൻ തൗഫീഖ് നൽകട്ടെ. 100 ഇസ്തിഗ്ഫാർ ചൊല്ലാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 5 നേരം ഫർള് നിസ്കരിക്കാൻ, അതിന്റെ മുമ്പും പിമ്പുമുള്ള സുന്നത്തുകൾ അനുഷ്ഠിക്കാൻ അല്ലാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകട്ടെ. നാളെ സ്വർഗ്ഗത്തിലേക്ക് ഒരുങ്ങണേ, പശ്ചാത്തപിക്കണേ. നമ്മൾ തെറ്റുകാരാണ്, തെറ്റുകൾ വന്നിട്ടുണ്ട്. കുല്ലു ബനി ആദമ ഖത്താഉൻ വഖൈറുൽ ഖത്താഈന അത്തവാബൂൻ, ആദം സന്തതികളൊക്കെ തെറ്റ് ചെയ്യുന്നവരാണ്, പക്ഷേ എപ്പോഴും ചെയ്യുന്നത് ഭൂഷണമല്ല. ഒരു ദിവസം നിർത്തണം, തൗബ ചെയ്യണം. ജീവിതത്തിനൊരു ചേഞ്ച് ഉണ്ടല്ലോ. നോക്കൂ, ഖബർ നമ്മളെ വിളിക്കുന്നു. ഇടുങ്ങിയ ഖബറിൽ കിടക്കേണ്ടതല്ലേ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് ഖബറെന്ന്? അല്ലാഹു പടച്ചവനാ ഖബറിൽ നമ്മളെ വിജയിപ്പിക്കട്ടെ. അല്ലാഹു നമ്മുടെ ഖബർ നമുക്ക് വിശാലമാക്കി തരട്ടെ. സുഹൃത്തുക്കളെ, പുഴുക്കളുടെ സങ്കേതമാണ്.
ഒരു ഡെഡ് ബോഡി ആത്മാവ് പിരിഞ്ഞാൽ പിന്നെ അത് ഡെഡ് ബോഡിയാ. അതിനെ കുളിപ്പിച്ച് 7 മീറ്റർ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് നിസ്കരിച്ച് മയ്യത്തിന് വേണ്ടി ശഫാഅത്ത് ചെയ്ത് പൊറുക്കലിനെ തേടി ഖബറിൽ ഇറക്കി വെച്ചാൽ പിന്നെ അവിടുത്തെ അവസ്ഥ നമ്മളാരും കണ്ടിട്ടില്ല. 3-ാമത്തെ ദിവസം ഈ കണ്ണ് അഴുകും. മനസ്സിലായില്ലേ സുഹൃത്തുക്കളെ? നമ്മുടെ ശരീരത്തിൽ വലിയ പുഴുക്കളുണ്ടാവും. ആരും ഇറക്കി വിട്ടതല്ല, ശരീരത്തിൽ തന്നെ ഉണ്ടാകുക വിരളിന്റെ വണ്ണമുള്ള പുഴുക്കൾ. സുബ്ഹാനല്ലാഹ്. ഒരു 6-7 കൊല്ലം കൊണ്ട് നമ്മുടെ തുടയലും നമ്മുടെ ഈ കൈ അസ്ഥികളൊക്കെ മണ്ണ് തിന്നും. ഈ ശരീരം എത്രയോ പൗഡർ ഇട്ട ശരീരം, എത്രയോ ലിപ്സ്റ്റിക് തേച്ച ശരീരം, ഇല്ലേ? എത്രയോ എന്തൊക്കെയോ പൂജിച്ച ശരീരം. ദിവസം കണ്ണാടി നോക്കാൻ തന്നെ മണിക്കൂറുകൾ, അല്ലേ? ഇങ്ങനെ നോക്കും, പിന്നെ ഇങ്ങനെ നോക്കും, പിന്നെ ഇങ്ങനെ നോക്കും, പിന്നെ ഇങ്ങനെ നോക്കും, അല്ലേ? എങ്ങനെയെല്ലാം നോക്കാവോ അങ്ങനെയൊക്കെ നോക്കിയ ഈ ബോഡി ഇന്നിതാ ചീഞ്ഞ് സുഹൃത്തുക്കളെ മണ്ണോട് ചേർന്ന് കിടക്കുന്നു, അല്ലേ? ഷുജായി മൊയ്തു മുസ്ലിയാർ പറഞ്ഞത് ശരിയല്ലേ? പൊട്ടാ നീ മുൻതുള്ളി പിൻ ചോരക്കട്ട, പിന്നിന്ന് കാഷ്ടം ചുമന്നോരു കൊട്ട. പൊട്ടാ നീ മുൻതുള്ളി പിൻ ചോരക്കട്ട, നീ ആദ്യം ഒരു തുള്ളി ഇന്ദ്രിയമായിരുന്നു, പിന്നെ രക്തക്കട്ടയായില്ലേ, പിന്നിന്ന് കാഷ്ടം ചുമന്നോരു കൊട്ട. നിന്റെ വയറ്റിൽ കാഷ്ടമല്ലേ, അല്ലേ? മനുഷ്യ യാ അയ്യുഹൽ ഇൻസാൻ മാ ഗറക ബിറബ്ബിക്കൽ കരീം, നിന്റെ റബ്ബിനെ കൊണ്ട് ആ റബ്ബിനെ തിരിച്ചറിയാൻ നിനക്ക് കഴിയാതെ പോയല്ലോ. ആരാ നിന്നെ വഞ്ചിച്ചത്? ഏത് ദുനിയാവാ, ഏത് ദീനാറാ, ഏത് സ്വർണമാ നിന്നെ വഞ്ചിച്ചത്? മാ ഗറക ബിറബ്ബിക്കൽ കരീം, നിന്റെ റബ്ബ് എത്ര കരീമാണ്, മാന്യനാണ്. അള്ളാഹുവിനെ കണ്ടെത്തണം, അള്ളാഹുവിനെ അറിയണം. ആ അള്ളാഹുവിന്റെ മുമ്പിൽ സാഷ്ടാംഗം 7 അവയവങ്ങൾ വെച്ച് സുജൂദ് ചെയ്യണം. സുബ്ഹാന റബ്ബിയൽ അലീം എന്ന് റുക്കൂഇൽ പറയണം. മനസ്സിലായില്ലേ? റുക്കൂഅ് സുജൂദ്. നമസ്കാരത്തിൽ നമ്മൾ മുട്ടയെ പിടിച്ചു നിൽക്കുന്നു, നമസ്കാരത്തിൽ സുജൂദ് ചെയ്യുന്നു. സുജൂദിനെ പറ്റി, നമസ്കാരത്തെ പറ്റി അമേരിക്കയിൽ ഒരു റിസർച്ച് നടന്നു. അതിന്റെ സന്ദേശം ഞാൻ വാട്സാപ്പിൽ വന്നത് കണ്ടില്ലേ? നടുവിന്റെ വേദനയ്ക്കും ജോയിന്റ് പെയിനും നമസ്കാരത്തോളം നല്ലത് അമല് മറ്റൊന്നുമില്ല. അതുകൊണ്ട് യുവാക്കളെ, യുവതികളെ, ഉമ്മ പെങ്ങന്മാരെ നമസ്കരിക്കണേ. അല്ലാഹു സ്വർഗം നമുക്ക് എളുപ്പമാക്കി തരട്ടെ. ഏതാനും അനുഗ്രഹം കൂടി പറയട്ടെ. എല്ലാം സ്വർഗത്തിലുണ്ട്, ഒന്നില്ലെങ്കിൽ എന്ത് ഹാപ്പി, എന്ത് സന്തോഷം, എന്താണ് ആ അനുഗ്രഹം? അല്ലാഹു പറയുകയാണ്, അല്ലാഹു പറയുകയാണ് വലഹും ഫീഹാ അസ്വാജും മുതഹറ, ആ സ്വർഗത്തിൽ അവർക്കുണ്ട് പരിശുദ്ധകളായ ഇണകൾ. പരിശുദ്ധകളായ ഇണകൾ ആ സ്വർഗത്തിലുണ്ട്. മെൻസസില്ലാത്ത, അഴുക്കില്ലാത്ത, നോക്കൂ, മറ്റൊന്നും മലവും മൂത്രവും മൂക്കട്ടയും തുപ്പുനീരും കഫവും ഇല്ലാത്ത നല്ല പ്യൂരിറ്റിയുള്ള ഇണകൾ ആ സ്വർഗത്തിലുണ്ട്. വലഹും ഫീഹാ അസ്വാജും മുതഹറ വഹും ഫീഹാ ഖാലിദൂൻ. 6 മാസത്തേക്കല്ല ആ സ്വർഗത്തിൽ അഡ്മിഷൻ, കാലാകാലം ആ സ്വർഗത്തിലാ. അങ്ങോട്ട് കടന്നാൽ പിന്നെ പുറത്തേക്കില്ല, കാലാകാലം അവിടെ വസിക്കുകയാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് നോക്കൂ, ഹൂറുൽ ഐൻ, മാദകത്തിടമ്പുകളായ വെളുത്ത സുന്ദരികൾ ആ സ്വർഗത്തിലുണ്ട്. ഉമ്മു സലമ ബീവി, നബിയുടെ സഹധർമ്മിണി, ഉമ്മുൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ ഉമ്മയായ ഉമ്മു സലമ മുത്തുനബിയോട് ചോദിച്ചു. അല്ലാഹു ഖുർആനിൽ പറഞ്ഞല്ലോ ഹൂറുൻ ഐൻ, എന്താണ് അതിന്റെ നിർവചനം? നബി തിരുമേനി പറഞ്ഞു, ഹൂർ എന്ന് പറഞ്ഞാൽ ബീൽ, വെളുത്ത പെണ്ണെന്നാണ്. ഐൻ എന്ന് പറഞ്ഞാൽ ലിഹാമുൽ ഉയൂൻ, നല്ല ഉണ്ട കണ്ണുള്ള നല്ല വെളുത്ത സുന്ദരികൾ ആ സ്വർഗത്തിലുണ്ട്. വീണ്ടും അല്ലാഹു പറഞ്ഞല്ലോ, സുരക്ഷിതമായ മുത്തുകൾ പോലെയാണ് അവര്. എന്താണ് ഇതിന്റെ അർത്ഥം? അപ്പോ മുത്തുനബി പറഞ്ഞു, സഫാഉഹുന്ന കസഫാഇദ്ദുർരില്ലദീ ഫിൽ അസ്ദാഫ്, ചിപ്പിക്കകത്തുള്ള മുത്തിന്റെ പ്യൂരിറ്റിയാണ് അവർക്ക്. ലം തമസ്സഹുൽ ഐദി, കരങ്ങൾ അവരെ തൊട്ടിട്ടില്ല. ഒരു പുരുഷനും
പുരുഷനും സ്പർശിച്ചിട്ടില്ല. ചിപ്പിക്കകത്തിരിക്കുന്ന മുത്തിന്റെ പവിത്രതയാണ് ആ ഇണകൾക്ക് സ്വർഗത്തിലുള്ളത്. വീണ്ടും ഉമ്മു സലമ ബീവി ചോദിച്ചു, അല്ലാഹു സാഫാത്ത് സൂറത്തിൽ പറഞ്ഞല്ലോ, കഅന്നഹുന്ന ബീളുൻ മക്നൂൻ, അവര് സുരക്ഷിതമായ മുട്ടകൾ പോലെയാണെന്ന് പറഞ്ഞല്ലോ. എന്താണ് ഇതിന്റെ തഫ്സീർ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, റിഖത്തുഹുന്ന കരിക്കത്തിൽ ജിൽദില്ലദീ ഫീ ദാഖിലിൽ ബീളത്തി മിമ്മാ യലിൽ ഖിശ്റാ. ഉമ്മു സലമ, നീ കണ്ടിട്ടില്ലേ മുട്ട? അതിന്റെ തോട് പൊട്ടിക്കുമ്പോൾ മുട്ടത്തോടിനോട് ചേർന്ന് നേർന്നമായ വളരെ മൃദുലമായ ഒരു തൊലിയില്ലേ? ആ നൈർമല്യമാണ്, ആ സ്മൂത്ത്, ആ മൃദുലതയാണ് സ്വർഗത്തിലെ ഈ ഇണകൾക്കുള്ളത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പോ നബിയെ അർ-റഹ്മാൻ സൂറത്തിലുണ്ടല്ലോ, ഫീഹിന്ന ഖൈറാത്തുൻ ഹിസാൻ, ആ സ്വർഗത്തിൽ സൽവൃത്തകളായ സുന്ദരികളായ വനിതകളുണ്ടെന്ന് പറഞ്ഞല്ലോ. എന്താണ് അതിന്റെ തഫ്സീർ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഖൈറാത്തുൽ അഖ്ലാഖ്, നല്ല സൽസ്വഭാവിനികളാണവർ. ഹിസാനുൽ വുജൂഹ്, അവരുടെ മുഖത്തിന് വല്ലാത്ത സൗന്ദര്യമാണ്. ഉമ്മു സലമ, അങ്ങനെയൊക്കെയാണ് ഇതിന്റെ തഫ്സീർ. അപ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നോക്കൂ, ഉമ്മു സലമ ബീവി ഉടനെ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, നിസാഉദ് ദുനിയ അഫ്ളലു അമിൽ ഹൂറുൽ ഐൻ, സ്വർഗ്ഗത്തിൽ അല്ലാഹു തയ്യാറാക്കിയ ഹൂറുൽ ഐനുകൾക്കാണോ ഗ്ലാമർ കൂടുതൽ, അതോ ദുനിയാവിലെ ഞങ്ങൾക്കാണോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഭംഗി, സൗന്ദര്യം, ഗ്ലാമർ ദുനിയാവിലെ പെണ്ണുങ്ങൾക്ക് തന്നെ. കാരണം അവര് റെഡിമെയ്ഡാണ്, അള്ളാഹു ഉണ്ടാക്കി വെച്ചതാണ്. നിങ്ങൾ അങ്ങനെയല്ല. അതെന്താ നബിയെ ഞങ്ങൾക്ക് ബ്യൂട്ടി കൂടുന്നത്? അപ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ബിസലാത്തിഹിന്ന ബിസലാത്തിഹിന്ന വബിഇബാദത്തിഹിന്ന, നിങ്ങൾ 5 നേരം നമസ്കരിക്കുന്നില്ലേ? നിങ്ങൾ സകാത്ത് കൊടുക്കുന്നില്ലേ? നിങ്ങൾ ഹജ്ജിന് പോകുന്നില്ലേ? ഉംറയ്ക്ക് പോകുന്നില്ലേ? അനാഥകൾക്കും അഗതികൾക്കും ഭക്ഷണം കൊടുക്കുന്നില്ലേ? നിങ്ങളുടെ ഇബാദത്ത് നിങ്ങൾക്ക് നൂറായി ഭവിക്കും, നല്ല സൗന്ദര്യം നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ സ്വർഗത്തിലെത്തിയാൽ ഹൂറുൽ-ഐനുകളെക്കാൾ സുന്ദരികൾ നിങ്ങളാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഞാൻ ഒരിക്കലും ഈ ഹൂർലിങ്ങളെ പറ്റി പറഞ്ഞപ്പോ സറസിന്ന് ഒരു പെണ്ണുങ്ങള്, ആണുങ്ങൾക്ക് ഹൂർലിങ്ങളെ കിട്ടും, ഞങ്ങൾക്ക് ആരെ കിട്ടും? ഹൂറ് കാക്കാരെ കിട്ടുമോ? ഞങ്ങൾക്ക് ഹൂറ് കാക്കാനെ കിട്ടും. അതിനൊരു മറുപടി പറയാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അല്ലേ? എന്താ അതിന് മറുപടി? എന്താ സുറാജ് ഉസ്താദെ? നമുക്ക് ഏതായാലും ഈ ഇപ്പൊ പറഞ്ഞ സൈസുകളൊക്കെ കിട്ടും, മനസ്സിലായില്ലേ? അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇത് പറയുമ്പോ പെണ്ണുങ്ങൾക്ക് ഭയങ്കര ദേഷ്യം കേട്ടോ. അതോ പെണ്ണുങ്ങളുടെ ദേഷ്യം കാണെങ്കിൽ വേറൊരു പെണ്ണിനെ പറ്റി പറഞ്ഞാൽ മതി, നിർത്തുന്ന് പറയും. ആ സുബ്ഹാനല്ലാഹ്, എല്ലാം സ്വർഗത്തിലുണ്ട്. ഇതില്ലെങ്കിൽ സ്വർഗമാവോ? സുഹൃത്തുക്കളെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒറ്റ പെണ്ണുങ്ങളും ആമീൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ഓ, ഞങ്ങളുടെ ഇക്കാനെ അങ്ങനെ വിട്ടുകൊടുക്കൂല, ഹൂർലിങ്ങൾക്ക് വിട്ടുകൊടുക്കൂല അല്ലേ? പറയൂല, അവരാമീൻ പറയൂല. അങ്ങനെയാ അവരുടെ പ്രകൃതം. പേടിക്കണ്ട, പേടിക്കണ്ട ഉമ്മ പെങ്ങന്മാരെ, നിങ്ങൾ സ്വർഗത്തിൽ കടക്കണം. നോക്കൂ, ഒരു പെണ്ണ് സ്വർഗത്തിൽ കടക്കാൻ മാനദണ്ഡം 4 കാര്യമാണ്. ഇന്നൽ മർഅത ഇദാ സ്വല്ലത്ത് ഖംസഹാ, ഒരു പെണ്ണ് 5 നേരം നമസ്കരിച്ചാൽ, വതഅത് ബഅലഹാ, ഹസ്ബൻഡിനെ അനുസരിച്ചാൽ, വഹഫിലത്ത് ഫർജഹാ, അവളുടെ ഫർജ് സൂക്ഷിച്ചാൽ, വസാമത്ത് ഷഹ്റഹാ, റമളാനിൽ വ്രതമനുഷ്ഠിച്ചാൽ, ഈ 4 കാര്യം 5 നേരം സുജൂദ് ചെയ്യണേ, ഹസ്ബൻഡിനെ അനുസരിക്കണേ, അവർക്ക് ഖിദ്മത്ത് ചെയ്യണേ. നോക്കൂ, ഗോപ്യമായ ഭാഗം സൂക്ഷിക്കണേ, നോമ്പ് പിടിക്കണേ. എന്നാൽ കീലലഹ, അവളോട് പറയപ്പെടും, ഉദ്ഖുലിൽ ജന്ന, പെണ്ണെ നീ സ്വർഗത്തിലേക്ക് കടന്നോ, മിൻ അയ്യി ബാബിൻ ശിഅതി, സ്വർഗത്തിന്റെ 8 കവാടങ്ങളിലൂടെ, ഇഷ്ടമുള്ള വാതിലിലൂടെ നിനക്ക് സ്വർഗത്തിലേക്ക് കടക്കാമെന്ന് നബിയുനാ
നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉമ്മു സലമ ബീവിക്ക് ഒരു സംശയം കൂടി. യാ റസൂലല്ലാഹ്, മിന്നാ ഇംറഅത്തുൻ തതസവ്വജു സൗജൈനി ഔ സലാസ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു പെണ്ണ് അവളുടെ ഭർത്താവ് മരണപ്പെടുമ്പോ രണ്ടാമതോ മൂന്നാമതോ അവൾ വിവാഹിതയാവാറുണ്ട്. അവർക്ക് ഈ ദുനിയാവിൽ രണ്ടും മൂന്നും ഭർത്താക്കന്മാരെ കിട്ടിയല്ലോ. നാളെ സ്വർഗത്തിൽ ആ പെണ്ണെത്തുമ്പോ ഏത് ഭർത്താവിനെ ഹസ്ബൻഡായി സ്വീകരിക്കും? വല്ലാത്ത ചോദ്യം അല്ലേ, അല്ലേ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉമ്മു സലമ ഇന്നഹാ തുഖയ്യറു. ആ പെണ്ണിന് തെരഞ്ഞെടുക്കാനുള്ള അധികാരമുണ്ട്, ആ പെണ്ണിന് തെരഞ്ഞെടുക്കാം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, തഖ്താറു അഹ്സനുഹും ഖുലുഖാ. ഈ ദുനിയാവിൽ വെച്ച് ഒന്നോ രണ്ടോ മൂന്നോ ഭർത്താക്കന്മാരെ സ്വീകരിച്ച പെണ്ണിനോട് അള്ളാഹു പറയും, നല്ല സ്വഭാവമുള്ള ഹസ്ബൻഡിനെ നീ തെരഞ്ഞെടുത്തോ. നല്ല സ്വഭാവം, ആണുങ്ങളായ നമുക്ക് നല്ല സ്വഭാവം ഉണ്ടാകണം, പെണ്ണുങ്ങളോട് നല്ല സമീപനം ഉണ്ടാകണം. സുഹൃത്തുക്കളെ, ഒരു പെണ്ണിനൊന്നും കൊടുത്തില്ല, വസ്ത്രങ്ങളും ഫുഡും ഒന്നും കൊടുത്തില്ല, സ്നേഹം കൊടുത്തു, നല്ല മധുര സംഭാഷണങ്ങൾ കൊടുത്താൽ പെണ്ണിന് ഹൃദയം അതാണ് കേട്ടോ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, മാ അക്രമഹുന്ന ഇല്ലാ കരീം വമാ അഹാനഹുന്ന ഇല്ലാ ലഈം. പെണ്ണുങ്ങളെ ബഹുമാനിക്കുകയില്ല, ബഹുമാന്യരാ അല്ലാതെ അവരെ നിന്ദിക്കുകയില്ല, ദുഷ്ടന്മാരല്ലാതെ. നോക്കൂ, വായിക്ക് വരുന്നതൊക്കെ കോതയ്ക്ക് പാട്ട്. പെണ്ണുങ്ങളെ ചീത്ത വിളിക്കുന്നവരുണ്ട്, പെണ്ണിനോട് ദേഷ്യപ്പെടുന്നത്, പെണ്ണിനെ തല്ലുന്നത്, പെണ്ണിനെ ചീത്ത വിളിക്കുന്നതൊന്നും പെണ്ണുങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അല്ല, ചോദിച്ചു നോക്ക്, അല്ലേ? ചോദിച്ചു നോക്ക്. ഒരു പെണ്ണ് ആഗ്രഹിക്കുന്നത് എന്താ അറിയോ? എന്താ സുഹൃത്തുക്കളെ? ദാമ്പത്യ ജീവിതം വിജയിക്കണമെങ്കിൽ രണ്ട് കാര്യം വേണമെന്നാ ആധുനിക മനഃശാസ്ത്രം പറയുന്നത്. ഒന്ന് സപ്പോർട്ട്, മറ്റൊന്ന് കെയറിങ്. സപ്പോർട്ടും ഒരു കെയറിങ്. എന്താ ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്നത് സഹോദരന്മാരെ ഒരു കെയറിംഗ് ആണ്. ഭർത്താവിന്റെ ഭാഗത്ത് നിന്ന് ഒരു കെയർ. എപ്പോഴും എന്നെ ഭർത്താവ് നിരീക്ഷിക്കുന്നുണ്ട്, മനസ്സിലായില്ലേ? എനിക്ക് സ്നേഹം തരുന്നുണ്ട്, എന്നോട് യാത്ര പറയുന്നുണ്ട്, എവിടെ ചെന്നാലും ഫോൺ വിളിക്കും, എടി സുഖമല്ലേ, മനസ്സിലായില്ലേ? ഇന്ന് അങ്ങനെയൊക്കെ ഉണ്ടോ? ഉണ്ടോ? ആ, ഉണ്ടെങ്കിൽ ഉണ്ട്, അള്ളാഹു കബൂലാക്കട്ടെ. സപ്പോർട്ട് എന്താ? ഒരു ഭർത്താവ് ആഗ്രഹിക്കുന്നത് എന്താ അറിയോ? ഞാനാകുന്ന ഒരു ഭർത്താവ്, പ്രസിഡന്റ് ആകുന്ന ഒരു ഭർത്താവ് ആഗ്രഹിക്കുന്നത്, സെക്രട്ടറി ആയ ഒരു ഭർത്താവ് ആഗ്രഹിക്കുന്നത് എന്താ? നമ്മൾ എന്ത് കാര്യം ആദ്യം ആലോചിക്കുന്ന ആരോടാ? ഭാര്യയുടെ, അല്ലെ? ഭാര്യയുടെ ഭാഗത്ത് നിന്നൊരു സപ്പോർട്ട്, അല്ലെ? നല്ലൊരു ഉപദേശം. ഇത് തരാൻ ആ കൊച്ചിന് കഴിയില്ലേ, പിന്നെ എന്ത് ഭാര്യ, അല്ലേ? അല്ലെ? ചില പെണ്ണുങ്ങളുണ്ട്, നമ്മൾ എന്താ ആലോചിച്ചാലും ശരി ഉടക്കും, ദേഷ്യം വരും നമുക്ക്, അല്ലേ? നോക്കൂ, നാളെ സ്വർഗത്തിലും അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, യാ ഉമ്മ സലമ, ഉമ്മു സലമ, നോക്കൂ, ദഹബ ഹുസ്നുൽ ഖുലുഖി ബിഖൈരി ദുനിയാ വൽ ആഖിറ. ഐഹികവും പാരത്രികവുമായ എല്ലാ സൗഭാഗ്യങ്ങളും സൽസ്വഭാവം നേടിയെടുക്കും കേട്ടോ. സൽസ്വഭാവം, നല്ല സ്വഭാവമുള്ളവർക്ക് ഇവിടെ ഭയങ്കര വിലയാ, നാളെ അവിടെയും വിലയാ, നാളെ അവിടെയും വിലയാ. ഒച്ചപ്പാടും ബഹളവും വഴക്കും കയ്യാങ്കളിയും, മനസ്സിലായില്ലേ? ഇതൊക്കെ ആയിട്ട് നടക്കുന്നവർ ആരെങ്കിലും സ്നേഹിക്കുവോ? സ്നേഹിക്കൂല. ജീവിതത്തിൽ അച്ചടക്കം വേണം, ഡിസിപ്ലിൻ വേണം, നല്ല ഉത്തമ സ്വഭാവം. വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ തലിഖ്. നിനക്ക് പറ്റുമെങ്കിൽ മോമിനായ സഹോദരനെ കണ്ടാൽ ഒന്ന് പുഞ്ചിരിച്ചേരെ, അത് സ്വതഖയാണെന്ന് മുഹമ്മദ് മുസ്തഫ. ചില ആൾക്കാരുണ്ട്, അങ്ങോട്ട് 32 പല്ല് കാണിച്ച് ചിരിച്ചാലും ശരി, ഇങ്ങോട്ട് ഒരു പല്ല് പോലും കാണിക്കൂല, മസില് മുറുക്കിയിരിക്കും. പടച്ചോൻ കാക്കട്ടെ. പുഞ്ചിരിയെ, ഒരു പുഞ്ചിരി കൊണ്ടെങ്കിലും നീ നിന്റെ സഹോദരനെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സുഹൃത്തുക്കളെ, സ്വർഗത്തിലെ അനുഗ്രഹങ്ങളാണ് ഇതൊക്കെ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇന്നലിൽ മുഅ്മിനി ഫിൽ ജന്നതി ലഖൈമതൻ മിൻ ലുഅലുഅത്തിൻ മുജവ്വഫ. സ്വർഗ്ഗനിവാസിക്ക്, മുഅ്മിനായ മനുഷ്യന് സ്വർഗ്ഗത്തിലുണ്ട്. ഇന്നലിൽ മുഅ്മിനി ഫിൽ ജന്നതി ലഖൈമ, ഒരു ടെന്റുണ്ട്, ഒരു കുടിലുണ്ട്. അതെന്ത് കുടിലാ സുഹൃത്തുക്കളെ? പ്ലാസ്റ്റിക്കോ പടുതയോ അല്ല. മിൻ ലുഅലുഅത്തിൻ മുജവ്വഫ, ഉള്ളു പൊള്ളയായ ഒറ്റ മുത്ത്
മുത്തുകൊണ്ടുണ്ടാക്കിയ ഒരു കൂടാരം സ്വർഗനിവാസിക്ക് അല്ലാഹു കൊടുക്കും. അതിന്റെ വീതി 60 മീല, 60 മൈലാണ്. 60 മൈൽ ചുറ്റളവുള്ള ഒറ്റ മുത്തുകൊണ്ട് നിർമ്മിച്ച ഉള്ളുപൊള്ളയായ ഒരു കുടില്, ഒരു ടെന്റ് സ്വർഗനിവാസിക്ക് കൊടുക്കും. ഫീ കുല്ലി സാവിയത്തിൻ മിൻഹാ അഹ്ലൂൻ, അതിന്റെ ഓരോ കോണിലും ഓരോ ഹോർലിങ്ങൾ ഉണ്ടാവും. മാ യറൗനൽ ആഖരീൻ, അവർ പരസ്പരം കാണുന്നില്ല, അവർ പരസ്പരം കാണുന്നില്ല. യതൂഫു അലൈഹിമുൽ മുഅ്മിനു, മുഅ്മിൻ ഒരു റൗണ്ട് ചുറ്റിക്കറങ്ങി വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇവിടെ ഒന്നിനെ തന്നെ കൈകാര്യം ചെയ്യാൻ പാടാ അല്ലേ? അപ്പൊ എത്രയാ സ്വർഗത്തിൽ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. എന്താ സ്വർഗത്തിലെ സ്ത്രീകളുടെ അഴക്? അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, യുറാ മുഖ്സാഖിഹാ തഹത ഹുല്ലത്തിൻ മിൻ 70 വസ്ത്രം അവൾ ധരിച്ചാൽ 70 ഉടയാടകളുടെ മുകളിലൂടെ അവളുടെ കാലിന്റെ ഉള്ളിലുള്ള മജ്ജ കാണും. അത്ര സുന്ദരിയാണെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതൊക്കെ അവിടെ കിട്ടും. പിന്നെ എന്തിനാ ഇതിലെ പോലെ സുന്ദരീനെ നോക്കുന്നത് ഇല്ലേ? ഏറ്റവും നല്ല സുന്ദരി അവിടെ റെഡിയാ. പിന്നെ ഇതിലെ പോകുന്ന സുന്ദരീനെ നോക്കണോ? എന്തിനാ മോണിക്കാനെയൊക്കെ നോക്കുന്നത്? കാവ്യ മാധവനെയൊക്കെ ഇല്ലേ? ഷമാസ് ഉസ്താദിന് പേരൊക്കെ അറിയാം അല്ലേ? പിന്നെ വാലിന്റെ സദസ്സിൽ പറയാൻ വേണ്ടി കുറച്ച് പേരൊക്കെ ഇങ്ങനെ പഠിച്ചു വെക്കും. എനിക്കറിയില്ലായിരുന്നു ഈ അബീക്ക ആരാന്ന്. അബീക്കയെ ആരാ അബീക്ക? നല്ല മഴയത്താ മയ്യത്ത് കൊണ്ടുവന്നു മൂവാറ്റുപുഴ പെരുമറ്റം പള്ളിയിൽ. അബീക്ക നിങ്ങൾക്കറിയായിരിക്കും അല്ലേ? മിമിക്രി താരവാൻ തോന്നുന്നു. സുഹൃത്തുക്കളെ, എനിക്കറിയില്ലായിരുന്നു കേട്ടോ. കാരണം ഒരുവിധം പേരൊക്കെ ഞാൻ പഠിച്ചു. അബീക്കയുടെ പേര് പഠിക്കാൻ വിട്ടുപോയി. യുവാക്കളൊക്കെ വലിയ ഇഷ്ടപ്പെടുന്ന ആളാന്ന് തോന്നുന്നു അല്ലെ? അവിടുത്തെ ഉസ്താദ് പ്രസംഗിച്ചത് അറിയോ? ദുനിയാവിൽ നമുക്ക് ഫാൻസ് ഉണ്ട്, പക്ഷേ കബറടക്കാൻ പോവുകയാണ്. കബറടക്കി കഴിഞ്ഞ് എത്ര പേര് കബറിന്റെ അടുത്തിരിക്കും നമുക്ക് നോക്കാം. മരിച്ചു കഴിഞ്ഞാൽ ഒരു ഫാൻസും കാണൂല. ശരിയല്ലേ ഉസ്താദ് പറഞ്ഞത് അല്ലേ? ജീവിതകാലത്ത് ഫാൻസ് ഉണ്ടാവും, മരിച്ചു കഴിഞ്ഞ ഫാൻസ് ഉണ്ടോ? ഒരു മമ്മൂട്ടിക്കും കാണൂല, ഒരു ദുൽഖർ സൽമാനും കാണൂല. മനസ്സിലായില്ലേ? 10 ദിക്ർ ചൊല്ലിക്കോ, അള്ളാഹുവിലേക്ക് അടുത്തോ. അള്ളാഹു നമ്മുടെ പ്രിയപ്പെട്ട ഹബീബാകണം. അള്ളാഹുവിന്റെ റസൂൽ നമ്മുടെ പ്രിയപ്പെട്ട ഹബീബാകണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹു സ്വർഗത്തെ ഇങ്ങനെ വർണ്ണിക്കുകയാണ്. ഖുർആനിലുടനീളം ആ വർണ്ണന കിടപ്പുണ്ട്. നോക്കൂ, ഇനി പലർക്കും സംശയം, ഇനി എന്തൊക്കെയാ സ്വർഗത്തിന്റെ ഗുണങ്ങൾ? ആ സ്വർഗത്തിൽ കയറി لا يرون فيها شمسا ولا زمهريرا. ആ സ്വർഗത്തിൽ സൂര്യനില്ല, ആ സ്വർഗത്തിൽ വെയിലില്ല, സൂര്യനെ കാണാനേ കഴിയില്ല. വലാ സംഹരീറാ, ശക്തമായ തണുപ്പും ആ സ്വർഗത്തിലില്ല. സ്വർഗത്തിലെ ക്ലൈമറ്റ് ഏതാണെന്നറിയുമോ? സുബഹിക്ക് ശേഷം ലുഹായുടെ സമയത്ത് പാൽക്കാരി പെണ്ണ് പാല് കൊണ്ടുവരുന്ന സമയം, പത്രക്കാരൻ പത്രം വലിച്ചെറിയുന്ന സമയം, അതാ തുഷാര ബിന്ദുക്കൾ ഇളം നാമ്പുകളിൽ നിന്നും ഇറ്റിറ്റ് വീഴുന്ന സുപ്രഭാതം. ആ സമയമാണ് എപ്പോഴും സ്വർഗത്തിലെന്ന് സൂറത്തു ദഹറിലെ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഖുർആൻ വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തുന്നു. സഹോദരന്മാരെ, ആ സ്വർഗത്തിൽ കടക്കാൻ അല്ലാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകട്ടെ. എന്താ സ്വർഗത്തിന്റെ വലിപ്പം? അല്ലാഹു പറഞ്ഞു, വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന. നിങ്ങളുടെ റബ്ബിന്റെ പാപമോചനം നേടാൻ നിങ്ങൾ വേഗത കാണിക്കണേ, മൈലേജ് കൂട്ടണേ. വജന്നത്തിൻ, സ്വർഗത്തിൽ കടക്കാനും, അർളുഹസ് സമാവാതു വൽ അർള്, അതിന്റെ വീതി വിശാലത ഈ പ്രപഞ്ചത്തോളമാണ്, ആകാശഭൂമികളോളമാണ്. ഉഇദ്ദത് ലിൽ മുത്തഖീൻ, അല്ലാഹു അതിനെ തയ്യാറാക്കി വച്ചിരിക്കുന്നു ഭക്തന്മാർക്ക്, സൂക്ഷിച്ചവർക്ക്. അല്ലാഹുവിന്റെ കൽപ്പനകൾ പാലിക്കാൻ തൗഫീഖ് നൽകട്ടെ. അവന്റെ ശാസനകൾ ദൂരീകരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആരാ മുത്തഖീങ്ങൾ? അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാഇ വൽ കാലിമീനൽ ഗൈൽ വൽ ആഫീന അനിൻ നാസ് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. ആരാണ്
മുത്തഖീങ്ങൾ അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ, ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ക്ഷാമത്തിലും ക്ഷേമത്തിലും അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരാണവർ, സ്വതഖ ചെയ്യുന്നവരാണവർ. ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും വൽ കാളിമീനൽ ഗൈൽ, ദേഷ്യം വരുമ്പോൾ കടിച്ചിറക്കുന്നവരുമാണ്. ദേഷ്യം വരുമ്പോൾ അതിനെ തുറന്നു വിടാതെ കടിച്ചിറക്കുന്നവരുമാണ്. വൽ കാളിമീനൽ ഗൈൽ വൽ ആഫീന അനിന്നാസ്, ജനങ്ങൾക്ക് മാപ്പ് നൽകുന്നവരുമാണ്. ജനങ്ങൾക്ക് മാപ്പ് നൽകുന്നവരുമാണ്. ഇങ്ങോട്ട് ആക്ഷേപിച്ചാൽ, ഇങ്ങോട്ട് തട്ടിക്കേറിയാലും പൊട്ടിത്തെറിക്കാതെ അവന്റെ വിവരക്കേടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാപ്പ് കൊടുക്കും അവർ. വൽ ആഫീന അനിന്നാസ് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അല്ലാഹു പരോപകാരം ചെയ്യുന്നവരെ സ്നേഹിക്കുന്നു. എന്നിട്ട് അല്ലാഹു പറയുകയാണ് മുത്തഖീയുടെ ഒരു ഗുണം കൂടി, വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ വല്ലദീന ഇദാ ഫഅലൂ ഫാഹിഷ, വല്ല തെറ്റും ചെയ്താൽ, മ്ലേച്ഛമായ തിന്മകൾ അവർ ചെയ്താൽ, ഔ ളലമൂ അൻഫുസഹും, തങ്ങളുടെ സ്വന്തം തടിയോട് തെറ്റുകൾ പാപങ്ങൾ ചെയ്താൽ, ദക്കറൂ, അവർ അല്ലാഹുവിനെ ഓർക്കും. ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ്, അവർ അല്ലാഹുവിനെ ഓർക്കും. ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം, അവരുടെ പാപങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യും. റബ്ബിനോട് അവർ പൊറുക്കലിനെ തേടും. അവരാണ് മുത്തഖീങ്ങൾ, അവർക്കാണ് സ്വർഗം അല്ലാഹു തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വല്ലാഹി ഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ ഫിൽ യൗമി അക്സറു മിൻ 70 മറ, പടച്ചവനാണ് സത്യം, എല്ലാ ദിവസവും ഞാൻ 70-ൽ അധികം തവണ റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യാറുണ്ടെന്നും മുൻപിൻ പാപങ്ങൾ പൊറുക്കപ്പെട്ട മുഹമ്മദ് മുസ്തഫ. വഫീ റിവായത്തിൻ 100 മറ, മറ്റൊരു റിവായത്തിൽ കാണാം 100 വട്ടം എന്നും പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, ഒരു തെറ്റും ചെയ്യാത്ത, പിറന്ന് വീണത് മുതൽ വഫാത്താകുന്നത് വരെ ഒരു തെറ്റും ചെയ്യാത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 100 വട്ടം ഇസ്തിഗ്ഫാർ ചെയ്തില്ലേ? അപ്പോൾ ഞാനും നിങ്ങളും എത്രമാത്രം പൊറുക്കലിനെ തേടണം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹ റബ്ബി മിൻ കുല്ലി ദംബിൻ വ ഖതീഅത്തിൻ വ അതൂബു ഇലൈഹി. അല്ലാഹുവിലേക്ക് പൊറുക്കലിനെ തേടാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു സെക്കൻഡ് മതി അല്ലാഹു നമ്മളെ നശിപ്പിക്കാൻ. തമിഴ്നാടിനെയും കേരളത്തിനെയും അതാ വിറപ്പിച്ച ഓക്കി എന്ന ചുഴലിക്കാറ്റ് നോക്കൂ, ലക്ഷദ്വീപിലേക്ക് കടക്കുന്നു, ഗുജറാത്തിലേക്ക് പോകുന്നു. ഈ വിനീതൻ 2 കൊല്ലം മുമ്പ് കൽപ്പേനിയിൽ ചെന്നു. കൽപ്പേനി ദ്വീപ് 7.5 കിലോമീറ്റർ ചുറ്റളവുള്ള ദ്വീപാണ്. ഈ ലക്ഷദ്വീപിലെ 20 ദ്വീപിൽ 10 ദ്വീപിലാണ് ജനവാസമുള്ളത്. അതിലൊരു ദ്വീപാണ് കൽപ്പേനി. ആ കൽപ്പേനി മുഴുവനും തെങ്ങുകളാണ്. തെങ്ങ് കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. ഒരുപാട് തെങ്ങുകൾ കടപുഴകി. അല്ലാഹു നമ്മളെ പടച്ചവൻ സുനാമിയിൽ നിന്ന്, അല്ലാഹു സൈക്ലോണിൽ നിന്ന്, അല്ലാഹു പടച്ചവൻ കൊടുങ്കാറ്റുകളിൽ നിന്ന് സലാമത്താക്കട്ടെ. അല്ലാഹു സലാമത്താക്കട്ടെ. എറണാകുളമൊക്കെ സീസൈഡാ അല്ലേ സുഹൃത്തുക്കളെ? 7 കിലോമീറ്റർ ഉള്ളിലേക്ക് കടൽ ഉൾവലിഞ്ഞു അല്ലേ? ഉൾവലിഞ്ഞിട്ട് ഒന്നായിട്ട് ഭീതിതമായ തിരമാല കൊണ്ട് അള്ളാഹുവിനെ അടിക്കാൻ കഴിയും. അള്ളാഹു എത്രയോ അവന്റെ ദാസന്മാരോട് കരുണയുള്ളവനാണ്. അള്ളാഹുവിലേക്ക് അടുക്ക്, അഹങ്കരിക്കല്ലേ. പെൺകുഞ്ഞുങ്ങളെ, നിങ്ങൾ പട്ടാപ്പകൽ ടൗണിൽ നിന്ന് പാട്ടുപാടി തുള്ളിച്ചാടുന്നത് എന്തിനാ? നിങ്ങൾ ഫ്രീഡം ചോദിക്കുകയാണോ? എന്ത് ഫ്രീഡമാ വേണ്ടത്? എന്ത് ഫ്രീഡമാ വേണ്ടത്? അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. നോക്കൂ, 2 കൂട്ടർ നരകത്തിലാണ്. സിൻഫാനി മിൻ അഹ്ലിന്നാർ ലം അറഹുമാ, ഞാൻ അവരെ കണ്ടിട്ടില്ല, കാണാതെ പോകട്ടെ. 2 കൂട്ടർ സ്വർഗത്തിൽ കടക്കില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്ത് റൂസുഹുന്ന കാസ്നിമത്തിൽ ബുഖ്തിൽ മായിലാ. ഇവരാണ് 2ാമത്തെ കൂട്ടർ. 1ാമത്തെ കൂട്ടർ ഖൗമുൻ മഅഹും സിയാത്തുൻ കാദിനാബിൽ ബക്കർ
പശുവിന്റെ വാലുപോലുള്ള ചാട്ടവാറ് പിടിച്ചുകൊണ്ട് യദ്രിബൂന ബിഹന്നാസ്, ജനങ്ങളെ മർദ്ദിക്കുന്നവർ. അവരാരാണ്? പോലീസായിരിക്കാം, പട്ടാളമായിരിക്കാം. നോക്കൂ, മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ റോഹിംഗ്യയിലെത്തിയല്ലോ, ബർമയിലെത്തിയല്ലോ. അവിടെ ചെന്നപ്പോൾ റോഹിംഗ്യ എന്ന പദം പറയരുത് എന്ന് മാർപ്പാപ്പയോട് പ്രത്യേകം പറഞ്ഞു. അവിടുത്തെ ക്രൈസ്തവ പുരോഹിതന്മാർ റോഹിംഗ്യ എന്നൊരു വാക്ക് പറയാതെ മാർപ്പാപ്പ അതാ ബർമയിൽ നിന്നും ബംഗ്ലാദേശിലെത്തിയപ്പോ അവിടുത്തെ പാവപ്പെട്ട 6 ലക്ഷം അഭയാർത്ഥികൾ, ബംഗ്ലാദേശ് സർക്കാരാണ് അവർക്ക് അഭയം കൊടുത്തത്. അവര് വന്നിട്ട് മാർപ്പാപ്പാട്ട പറഞ്ഞു, ഞങ്ങളുടെ വിഷയം, ഞങ്ങളെപ്പറ്റി ലോകത്തൊക്കെ ഒന്ന് അറിയിക്കണേ. അവിടെ വെച്ച് അദ്ദേഹം റോഹിംഗ്യ എന്ന് പറയാൻ തയ്യാറായി. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വിശ്വസിച്ചതിന്റെ പേരിൽ പാവപ്പെട്ട ജനങ്ങളെ അതാ വെടിവെച്ചിടുന്ന പശുവിന്റെ വാലു പോലുള്ള ഈ സാധനം, അത് മെഷീൻ ഗണ്ണല്ലേ? അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് മെഷീൻ ഗണ്ണില്ല, തോക്കില്ല, AK-47 ഇല്ല. പശുവിന്റെ വാലു പോലുള്ള മാരകമായ ആയുധം കൊണ്ട് ജനങ്ങളെ മർദ്ദിക്കുന്ന ഒരു കൂട്ടർ, അവര് സ്വർഗത്തിൽ കടക്കുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. ശ്രീബുദ്ധന്റെ നാടല്ലേ, ശ്രീബുദ്ധന്റെ നാടല്ലേ സുഹൃത്തുക്കളെ? ആ നാട്ടിലെ ബുദ്ധ സന്യാസിമാരും പട്ടാളക്കാരും 100 കണക്കിന് മുസ്ലിമീങ്ങളെ കൊന്നില്ലേ? ഉമ്മപെങ്ങന്മാരെ ബലാത്സംഗം ചെയ്തില്ലേ? ആൺകുട്ടികളെ, കുരുന്നുകളെ കൊന്നില്ലേ? നോക്കൂ, നമ്മുടെ അയൽപക്കത്ത് ബർമയിൽ നടന്നതാണ്. അവരിൽ ഏതാനും ആളുകൾ അതാ ഏതാനും വർഷം മുമ്പ് ഡൽഹിയിലും മറ്റു സ്ഥലങ്ങളിലും കശ്മീരിലും ബീഹാറിലും ഒക്കെ അഭയം തേടി വന്നില്ലേ? അവരെ ഓടിക്കാനാണ് ഭരണകൂടം ശ്രമിക്കുന്നത്, അവരെ നാടുകടത്താനാണ് നമ്മുടെ ഭരണകൂടം ശ്രമിക്കുന്നത്. പാവപ്പെട്ടയും മർദ്ദിതർക്ക് വേണ്ടി ശബ്ദിക്കാൻ ഭരണകൂടം തയ്യാറല്ല. റബ്ബിനോട് ദുആ ചെയ്യേൻ. നോക്കൂ, മർദ്ദിക്കുന്നവർ സ്വർഗത്തിലാ. രണ്ടാമത്തെ വിഭാഗം വനിസാഉൻ കാസിയാത്തുൻ നാരിയാത്തുൻ മായിലാത്ത്, വസ്ത്രം ധരിച്ചിട്ടുള്ള പെണ്ണുങ്ങളാണ്, പക്ഷേ അവർ അർദ്ധനഗ്നകളോ പൂർണ്ണനഗ്നകളോ ആണ്. ആരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്ത്, മറ്റുള്ളവരെ ആകർഷിക്കുന്നവളാണ്. റൂസുഹുന്ന, ആ പെണ്ണുങ്ങളുടെ തല കാസിനിമത്തിൽ ബുഖ്തിൽ മായിലാ, അവരുടെ തല കണ്ടിട്ടുണ്ടോ? പ്രായമായ ഒട്ടകത്തിന്റെ ഉപ്പൂറ്റ് പോലെയാണ്.